ഫിലിപ്പിയർക്ക് പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനം 1:20. അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എൻ്റെ ശരീരത്തിങ്കൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. തടവറയെയും യാതൊരു മടിയും കൂടാതെ സ്വീകരിക്കാൻ തയ്യാറായവരാണ് ആദ്യ നൂറ്റാണ്ടിലെ ക്രൈസ്തവർ. അന്ന് ക്രിസ്ത്യാനികൾ എവിടെയെല്ലാം ഉണ്ടായിരുന്നുവോ മിക്കവാറും ഇടങ്ങളിലും അവരെ ഇടയ്ക്കിടയ്ക്ക് തടവറയിലാക്കുന്നതിനാൽ അതൊരു സാധാരണ കാര്യമെന്ന് ചിന്തിപ്പിക്കും വിധമായിരുന്നു. പൗലോസ് അപ്പോസ്തലനും പലതവണ തടവറയിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ തൻ്റെ ജയിൽവാസങ്ങൾക്കിടയിൽ നിരവധി ലേഖനങ്ങൾ സഭകൾക്ക് എഴുതി അയക്കാൻ അദ്ദേഹം സമയം ചെലവിട്ടു. യേശുക്രിസ്തുവിനെ കർത്താവായി സ്വീകരിച്ചിട്ടും എന്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ കഷ്ടതകളെന്ന് ചോദിക്കുന്നവരല്ലായിരുന്നു അവർ. പകരം ക്രിസ്തുവിൻ്റെ നിമിത്തം കഷ്ടതയെ സന്തോഷത്തോടെ സഹിച്ചവരായിരുന്നു. കഷ്ടത പെരുകുന്തോറും തങ്ങളിൽ വെളിപ്പെടാനുള്ള തേജസ്സും പെരുകുന്നു എന്ന് അവർ വിശ്വസിച്ചു. യേശുവിനായി കഷ്ടം സഹിക്കുന്നത് ഒരു അപമാനമായല്ല, അഭിമാനമായാണ് അവർ കണ്ടത്. സത്യത്തിന് വേണ്ടി ഉപദ്രവം നേരിടേണ്ടി വന്നാലും അതിലെന്തിന് ലജ്ജിക്കണം? യേശുവിൻ്റെ ശിഷ്യരുടെ ധൈര്യം കണ്ട അക്കാലത്തെ മതമേധാവികളും രാഷ്ട്രീയ നേതൃത്വവും അമ്പരന്നിരുന്നു. ലോകത്തിൽ നിന്ന് യാതൊരു പിന്തുണയും ഇല്ലാതിരുന്നിട്ടും ആയുധം പോലും എടുക്കാത്ത ഇവരുടെ ധൈര്യം മരണത്തിനപ്പുറം തങ്ങൾക്കുറപ്പായി ലഭിക്കുന്ന നിത്യജീവൻ ആയിരുന്നു. മരണം അതിലേക്കുള്ള ഒരു വാതിലായി അവർ കണ്ടു. എന്നാൽ സ്വയം മരിക്കുകയല്ല, ദൈവത്തിൻ്റെ സമയത്ത് തങ്ങളുടെ ജീവിത ദൗത്യം പൂർത്തിയാകുമ്പോൾ കർത്താവ് അനുവദിക്കുന്ന മരണത്തിലേക്കുള്ള ഏതു വഴിയും സന്തോഷത്തോടെ അവർ ഏറ്റുവാങ്ങി. ഈ വാക്യത്തിൽ തടവറയിലായിരിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ സുവിശേഷത്തോടുള്ള തൻ്റെ മനോഭാവം വ്യക്തമാക്കുന്നു. ജയിലിൽ നിന്ന് പുറത്തു വന്നാലും ഇല്ല രക്തസാക്ഷിയായാലും യേശു തന്നിൽ മഹിമപ്പെടണം എന്ന ഒറ്റ ചിന്തയേയുള്ളൂ. എല്ലായ്പ്പോഴും ഏതു വിധേനയും യേശുക്രിസ്തുവിൻ്റെ മഹത്വമാകട്ടെ നമ്മുടെ ആഗ്രഹവും പ്രത്യാശയും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.